സോഷ്യോളജിക്കൽ തിയറി ആൻഡ് കോൺസെപ്റ്റ്സിൻ്റെ യൂണിറ്റ് 8 എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ മാക്സ് വെബറിൻ്റെ ഒരു ഡെഫിനിഷനുണ്ട്, പവറിൻ്റെ ഡെഫിനിഷൻ അതുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. അതായത് ഒരു റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു മനുഷ്യൻ അയാളുടെ വില്ല് ഇമ്പോസ് ചെയ്യാനുള്ള ചാൻസിനെയാണ് പവർ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ഡിസ്റ്റിങ്വിഷ് ഇറ്റ് ഫ്രം ഡൊമിനൻസ് വിച്ച് ഇൻവോൾവ്സ് എ റൈറ്റ് ടു കമാൻഡ് ആൻഡ് ഡ്യൂട്ടി ടു ഒബേ. അപ്പം പവർ എന്ന് പറയുന്നത് ഡോമിനേഷൻ, അതായത് ഒരു ഒബ്ലിഗേഷൻ ഇല്ലാതെ തന്നെ കമാൻഡ് ചെയ്യുന്ന ഒരു റൈറ്റായിട്ടുള്ള ഡോമിനേഷനുമായിട്ട് നല്ല വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. വീബർ ആണെങ്കിൽ 3 ടൈപ്സ് ഓഫ് ലെജിറ്റിമേറ്റ് അതോറിറ്റി ആണ് ഡിസ്റ്റിങ്വിഷ് ചെയ്തേക്കുന്നത്. അത് 3 ടൈപ്സ് അതോറിറ്റി വീബർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് റേഷണൽ ലീഗലാണ്, അതായത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോസ്, നിയമപരമായിട്ടുള്ളതാണ് റേഷണൽ ലീഗൽ എന്ന് പറയുന്നത്. സെക്കൻഡ്ലി ട്രഡീഷൻ, അപ്പോൾ അത് കസ്റ്റംസിനെ ബേസ്ഡ് ആണ്. പിന്നെ കരിസ്മാറ്റിക് എന്ന് പറയുന്നത് പേഴ്സണൽ ക്വാളിറ്റീസിനെ ബേസ്ഡ് ആയിരിക്കും. പിന്നെ കാൾ മാർക്സ് ആണെങ്കിൽ പവറിനെ ക്ലാസ് റിലേഷൻസിൻ്റെ കണക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ബൂർഷ്വാസി എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ്, പ്രോലിറ്ററേറ്റ് എന്ന് പറയുന്നത് വർക്കേഴ്സ്. അപ്പം ബൂർഷ്വാസി പ്രോലിറ്ററേറ്റ്സിനെ, അതായത് ക്യാപിറ്റലിസ്റ്റുകൾ വർക്കേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്യാപിറ്റലും മിലിറ്ററിയും ഐഡിയോളജിയൊക്കെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആളുടെ കോൺസെപ്റ്റിലുണ്ട്. പിന്നെ ക്ലാസ് സ്ട്രഗിൾ ആണെങ്കിൽ സോഷ്യൽ ചേഞ്ച് വരുത്തും എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. പിന്നെ റോബർട്ട് മിക്കേൽസ് അയൺ ലോ ഓഫ് ഒലിഗാർക്കി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീവൻ ലൂക്സ് ആണെങ്കിൽ ഹ്യൂമൻ ഏജൻസിയിലെ പവർ ഡൈനാമിക്സിൻ്റെ റോൾസ് ഒക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരാൾ മൈക്കൽ ഗിഡൻസ് ആണ്. ആൾ പവറിനെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് കപ്പാസിറ്റി ഉള്ള, അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി വഴി ഡോമിനേഷൻ കൊണ്ടുവരുന്ന ഒരു ഏജൻ്റായിട്ടാണ് കാണുന്നത്. പവർ എന്ന് പറയുന്നത് റിസോഴ്സ് കൺട്രോളും അതുപോലെ തന്നെ ഒപ്രസീവ് ആയിട്ടല്ല ഇമാൻസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ആൻ്റണി ഗിഡൻസ് പറയുന്നത്. പിന്നെ ഫൊക്കോൾട്ടും ആക്ച്വലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ തിങ്കറാട്ടോ. മാർക്സും ഗിഡൻസും ഫൊക്കോൾട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ ഫൊക്കോൾട്ട് പറഞ്ഞത് പവറിനെ ഒരു പെർവാസീവ് ഡോമിനേഷനായിട്ടാണ്. അതിനകത്ത് മോഡേൺ ഡിസിപ്ലിനറി പവറൊക്കെ ഉണ്ട്, ലൈക്ക് പ്രിസൺസും സ്കൂൾസും ഒക്കെ. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെ നോംസ് ആയിട്ടും അതുപോലെ തന്നെ നോളേജ് ത്രൂ ഒക്കെ ഷേപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പിന്നെ എലൈറ്റ്സ് ആൻഡ് പവറിൽ വിൽഫ്രെഡോ പാരേറ്റോയും മോസ്കെയൊക്കെ എലൈറ്റ്സിനെ പവർഫുൾ ഗ്രൂപ്പ്സ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പാരേറ്റോയുടെ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സിൽ എലൈറ്റും നോൺ എലൈറ്റ് ഗ്രൂപ്പും തമ്മിലുള്ള മൊബിലിറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മോസ്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് റൂളിങ് എലൈറ്റ്സിനെ റൂൾഡ് മാസസുമായിട്ടാണ്. അതുപോലെ തന്നെ സബ് എലൈറ്റ് ഗവർണൻസ് എങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതെന്നും മോസ്കോ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ പവർ എലൈറ്റും വീറ്റോ ഗ്രൂപ്പ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. സി റൈറ്റ് മിൽസ് ആണ് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള പവർ എലൈറ്റ്, അതായത് ഗവൺമെൻറ് ആയിക്കോട്ടെ, മിലിറ്ററി ആയിക്കോട്ടെ, കോർപ്പറേറ്റ് ലീഡേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ ഒരു പവർ എലൈറ്റ്, അമേരിക്കയിലുള്ളൊരു പവർ എലൈറ്റിനെ യൂണിഫൈഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പം റേസ്മാൻ ആണെങ്കിൽ പ്ലൂറലിസ്റ്റിക് വീറ്റോ ഗ്രൂപ്പ്സിനാണ് ആർഗ്യൂ ചെയ്യുന്നത്. പവർ എലൈറ്റ് എന്ന് പറയുന്നത് ഒരു എലൈറ്റ് ഗ്രൂപ്പായിരിക്കും, ഗവൺമെൻറ്റോ മിലിറ്ററി ആവാം. വീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്, അവർ ബാക്കിയുള്ളവരുടെ ആക്ഷൻസിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് അവരുടെ ഡ്യൂട്ടി. പിന്നെ ഡെൽബർട്ട് മില്ലർ ആണെങ്കിൽ റെപ്യൂട്ടേഷനെ ടെക്നിക്ക് വെച്ചിട്ട് ബിസിനസ്മെൻ ആണെങ്കിൽ കമ്മ്യൂണിറ്റി ഡെസിഷൻസ് എല്ലാം ഡോമിനേറ്റ് ചെയ്യുന്നു, അതായത് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ കമ്മ്യൂണിറ്റി ഡെസിഷൻസൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡാലാണെങ്കിൽ റോബർട്ട് ഡാൽ ഒരു പ്ലൂറലിസ്റ്റിക് പവർ സ്ട്രക്ചറിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ബാൻഫീൽഡ് ആണെങ്കിൽ ബിസിനസ്മെന്നിൻ്റെ ഇൻഫ്ലുവൻസ് ലിമിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ത്രെട്ടൻഡ് ചെയ്താൽ മാത്രമേ അവർ കൂടുതലും ലോക്കൽ കമ്മ്യൂണിറ്റീസിൽ പവർ എടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പവറിൻ്റെ ഡെഫിനിഷൻ നോക്കുക. കാൾ മാർക്സിൻ്റെ ആ ഒരു ഐഡിയോളജി നമുക്ക് എഴുതാൻ പറ്റും, ലൈക്ക് ബൂർഷ്വാസീനെ പ്രോലെറ്ററേറ്റ്സ് ഡോമിനേറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ ഗിഡൻസിൻ്റെ ആ ഒരു പവർ റിസോഴ്സ് കൺട്രോളൊക്കെ കൊണ്ടുവരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കിയാൽ മതി. പിന്നെ വീറ്റോ ഗ്രൂപ്പ് എന്താണെന്നുള്ള ഡെഫിനേഷനും പവർ എലൈറ്റ് എന്താണെന്നുള്ള ഒരു ഡെഫിനേഷനും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഈ ചാപ്റ്റർ ക്ലോസ് ആവും.